ഹൈക്കോടതി വിധി നടപ്പാക്കുക എന്നതൊഴികെ മറ്റൊരു വഴി മുമ്പിലില്ലാത്തതിനാൽ 80-20 വിഷയത്തിലെ ഹൈക്കോടതി വിധി നടപ്പാക്കിയ പിണറായി സർക്കാർ ആ വിധിയെ മറികടക്കാൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നു. അപ്പീലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ജനസംഖ്യാനുപാതികമായി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണം നടപ്പാക്കിയാൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അനർഹരുടെ കൈകളിൽ എത്തിച്ചേരുമെന്ന്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, ജനസംഖ്യാനുപാതത്തിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണം നടത്തുന്നത് വഴി ക്രൈസ്തവർക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുക വാങ്ങാനുള്ള അർഹത ക്രൈസ്തവർക്ക് ഇല്ലെന്ന്. അതേസമയം 80% സ്കോളർഷിപ്പ് വാങ്ങാൻ ഏത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കും എല്ലാ കാലത്തും അർഹത ഉണ്ട് താനും. 80-20 ഹൈക്കോടതി വിധി വഴി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് വന്ന സാമ്പത്തിക നഷ്ടം പ്രത്യേക ഫണ്ടിൽ നിന്ന് എടുത്തു നൽകി 1 രൂപ പോലും ആ സമുദായത്തിന് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച പിണറായി സർക്കാർ തന്നെയാണ് ഹൈക്കോടതി വിധി നടപ്പാക്കിയത് വഴി ക്രൈസ്തവർ അനർഹമായത് നേടിയെടുത്തിരിക്കുന്നു എന്ന് സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. എന്തൊരു പ്രീണനം! കേരളത്തിലെ ക്രൈസ്തവർ 2ാം കുടിയിൽ പെട്ടവരാണോ പിണറായി സർക്കാരെ ഇത്രയും വിവേചനപരമായി പെരുമാറാൻ? അതോ ക്രൈസ്തവർക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശം കൊടുത്താൽ പോലും കണ്ണുരുട്ടുന്നവരെ കണ്ട് നെഞ്ചിടിപ്പ് കൂടിയോ കേരള മുഖ്യമന്ത്രിക്ക്? എന്തായാലും പിണറായി സർക്കാരിന്റെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിയുള്ള മുസ്ലിം പ്രീണനം തന്നെയാണ് ഈ തീരുമാനത്തിലൂടെ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വിപത്തിനെതിരെ തന്റെ ഇടയജനത്തെ ഉപദേശിച്ച പാലാ ബിഷപ്പിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള തന്റെ വിധേയത്വം പ്രകടമാക്കിയ മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി താൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അടിമയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ തീരുമാനത്തിലൂടെ. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, തങ്ങൾക്ക് 2ാം ഊഴം സമ്മാനിച്ചവരോടുള്ള ക്രൂരമായ നന്ദി ഒരിക്കൽ കൂടി പിണറായി സർക്കാർ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇനി പരസ്യമായി ആദ്യം പ്രതികരിക്കാൻ കടപ്പെട്ടിരിക്കുന്നത് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് ആണ്. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമുദായത്തിന്റെ വലിയൊരു ശതമാനം വോട്ട് ഇടതു മുന്നണിയിലേക്ക് എത്തിച്ചതിൽ കേരള കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. അതിന്റെ കൂടി പിൻബലത്തിലാണ് പിണറായി സർക്കാർ വീണ്ടും അധികാര കസേരയിൽ എത്തിപ്പെട്ടത്. അതിനാൽ പിണറായി സർക്കാർ ക്രൈസ്തവർ നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ഒരു ചരിത്ര വിധിയെ അട്ടിമറിക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അതിനെ പരസ്യമായി എതിർക്കാൻ ആദ്യം ചങ്കൂറ്റം കാണിക്കേണ്ടത് ക്രൈസ്തവ വോട്ട് ബാങ്ക് ഉപയോഗിച്ച് ജയിച്ച കേരള കോൺഗ്രസിന് തന്നെയാണ്. ഇനി ചിലത് ഓർമ്മപ്പെടുത്താനുള്ളത് പിണറായി സർക്കാരിനോടാണ്. മുസ്ലിം ലീഗ് അനർഹമായ ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങുന്നത് കണ്ട് 2011-16 കാലഘട്ടത്തിൽ പലരും പ്രവചിച്ചിരുന്നു, കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ഉമ്മൻചാണ്ടി കേരളത്തിലെ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന്. അന്ന് പലരും പ്രവചിച്ചത് ശരിയായിരുന്നുവെന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്യുന്നത് അന്ന് ഉമ്മൻചാണ്ടി യാത്ര ചെയ്ത അതേ വഴിയിൽ കൂടി തന്നെയാണ്. അതുകൊണ്ട് ആ ചരിത്രം ആവർത്തിക്കാനാണ് സാധ്യത കാണുന്നത്. ഇങ്ങനെ പോയാൽ പിണറായി സർക്കാരായിരിക്കും ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് ഓർത്താൽ ആ പാർട്ടിക്ക് നല്ലത്. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രീതിപ്പെടുത്താൻ വന്ന വഴിവിട്ട് ഇടതുമുന്നണി നടത്തുന്ന ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ച് മറ്റു മതസ്ഥർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരിൽ പകുതി പേരെങ്കിലും പുതിയ ഒരു മുന്നണിയുടെ കീഴിൽ അണിനിരന്നാൽ തീരാവുന്നതേയുള്ളൂ പിണറായി സർക്കാരിലൂടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ നെയ്തെടുത്ത കേരള സ്വപ്നങ്ങൾ. അതിനവരെ നിർബന്ധിക്കരുത് എന്ന് മാത്രം പിണറായി സർക്കാരിനെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ.